ആദ്യമായി ഒരു മനുഷ്യൻ ഏത് സമയം ഉറങ്ങുകയാണ്. അള്ളാഹുവിന്റെ ആരാധന സമയങ്ങളിൽ പോലും അവൻ ഉറങ്ങുന്നൊരു ദുരവസ്ഥ അവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം അത് മാറുകയില്ല. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വസ്ത്രമൂരി അവൻ നഗ്നനായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവനിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. രാത്രി സമയങ്ങളിൽ അടിച്ചുവാരുക, തൂത്തുവാരുക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പ്രയോഗങ്ങളുണ്ട്. എന്നിരുന്നാലും അത്തരത്തിൽ രാത്രി അടിച്ചുവാരുന്ന പരിപാടി അത് ദാരിദ്ര്യത്തിന് ഒരു വഴിയൊരുക്കലാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് അല്പ വസ്തുക്കളൊക്കെ ചിലപ്പോൾ താഴെ വീടും. അതൊക്കെ വേസ്റ്റിലേക്ക് തള്ളാതെ അതെല്ലാം എടുത്ത് നല്ല രൂപത്തിൽ കഴിച്ചാൽ ദാരിദ്ര്യത്തിന് ശമനമുണ്ടാകും എന്ന് മാത്രമല്ല, അത് വേസ്റ്റിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് ഒരു വഴിയൊരുക്കലാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ആ പരിപാടിയും നിന്ന് വെള്ളം കുടിക്കുക, അതെല്ലാം ദാരിദ്ര്യത്തിലേക്ക് വഴിയൊരുക്കും എന്ന് മാത്രമല്ല, മാരകമായ രോഗങ്ങൾക്കടക്കം അത് കാരണമാണ് എന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ദൈനംദിനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജീവിതത്തിൽ എന്നും അവനുണ്ടാകുന്ന കാര്യങ്ങളാണ്. അടിച്ചുവാരുക ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഉറക്കം അത് എന്നും ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കല്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിശ്ചിത അളവും നിശ്ചിത കണക്കുമൊക്കെ വെച്ചുകൊണ്ട് അവൻ